കാഞ്ഞിരപ്പുഴ ഉദ്യാനം 161 കോടി ചിലവിൽ അന്താരാഷ്ട്രതല പാർക്കാക്കി മാറ്റാൻ അംഗീകാരം ലഭിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തികൾ ഫെബ്രുവരി 2ാം വാരത്തോടെ ആരംഭിക്കും. 2 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും കേരളത്തിലെ രണ്ടാമത്തെ ഇറിഗേഷൻ ടൂറിസത്തിന്റെ കേന്ദ്രമായി കാഞ്ഞിരപ്പുഴയെ തിരഞ്ഞെടുത്തതായി 2025 ജനുവരി 25-ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായും കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി കാഞ്ഞിരപ്പുഴ IBയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പദ്ധതിയുടെ സർക്കാരിൻ്റെ അപ്രൂവൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. ഇത് കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ടൂറിസം ഡെസ്റ്റിനേഷനായി മാറും എന്നതാണ് വലിയ ശുഭപ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രകൃതിരമണീയമായ നിരവധി സാധ്യതകളും അല്ലെങ്കിൽ സാഹചര്യങ്ങളുമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ടൂറിസത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റെ ജിയോയുടെ കോപ്പി തരാം. അതിൽ ഗവൺമെൻറ് സ്പെസിഫിക്കായി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 30 വർഷത്തേക്ക് ഈ കമ്പനിക്ക് FSITക്ക് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിൻ്റെ ഷെയർ 161 കോടിയുടെ പദ്ധതി PP മാതൃകയിൽ നടത്തുന്നതിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരള സർക്കാർ ടൂറിസം വികസനത്തിന് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും അതിന്റെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ ഡാമുകളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് ജലസേചന വകുപ്പ് ഇറിഗേഷൻ ടൂറിസം പോളിസി ഉത്തരവ് 2023-ൽ പുറത്തിറക്കിയതായും കെ ശാന്തകുമാരി പറഞ്ഞു. ടൂറിസം പോളിസി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജലസേചന വകുപ്പിന്റെ നോഡൽ ഏജൻസി കൂടിയായ KIIDC ടൂറിസം വികസിപ്പിക്കുന്നതിനായി സ്വകാര്യ സംരംഭകരിൽ നിന്ന് ടെൻഡർ ക്ഷണിക്കുകയും ടെൻഡറിൽ ഏറ്റവും നല്ല പ്രൊജക്ട് സമർപ്പിച്ച FSIT റെഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കാഞ്ഞിരപ്പുഴ ടൂറിസം വികസനം നടപ്പിലാക്കുന്നതിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. 161 കോടി രൂപ നിക്ഷേപിച്ച് 2 വർഷം കൊണ്ട് സർക്കാരിൽ സമർപ്പിച്ച രൂപരേഖ പ്രകാരമുള്ള ടൂറിസം പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിന് 30 വർഷ കാലാവധിയും നൽകിക്കൊണ്ട് ജലസേചന വകുപ്പ് ഉത്തരവിറക്കി. ഇത് സർക്കാരിലേക്ക് വലിയ തോതിലുള്ള വരുമാനം ലഭിക്കുന്നതിനും വഴിവെക്കും. ഒരു ദിവസത്തെ മൊത്ത വരുമാനത്തിന്റെ 3%-വും 18% GSTയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിഹിതം സർക്കാരിന് ലഭിക്കും. 161 കോടിയുടെ ഇന്റർനാഷണൽ ലെവൽ പാർക്കായി കാഞ്ഞിരപ്പുഴയെ മാറ്റുമെന്ന് FSIT റെഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊപ്പറേറ്റർ VP ഹബീബ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചേപ്പാടൻ, O നാരായണൻകുട്ടി, PC മാണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.